എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മിഥുൻ. ഇന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ മെഡിക്കൽ എമർജൻസീസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ ഫിറ്റ്നസ് ആണ്. പ്രോട്ടീൻ പൗഡേഴ്സ് ആൻഡ് കിഡ്നി ഹെൽത്ത് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമ്മുടെ യുവാക്കൾ 20 തൊട്ട് 30 വയസ്സ് വരെയുള്ളവർ ജിമ്മിൽ പോയി ഹൈ പ്രോട്ടീൻ ഡയറ്റൊക്കെ കഴിച്ചു തുടങ്ങുന്ന ഒരു സമയത്താണ് എല്ലാവരും ഒരു പ്രോട്ടീൻ പൗഡറിലേക്ക് ഒരു ചായ്വ് തുടങ്ങുന്നത്. അപ്പോൾ പ്രോട്ടീൻ പൗഡേഴ്സ് ആക്ച്വലി ഹെൽത്തി ആണോ? ഒരുപാട് പ്രോട്ടീൻ പൗഡറിൻ്റെ കൺസപ്ഷനും കിഡ്നി ഹെൽത്തും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ അധികം വൈകാതെ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. സോ നോർമലായിട്ടുള്ള ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് 0.8 to 1.2 gram per kg ബോഡി വെയ്റ്റ് പെർ ഡേ ഓഫ് പ്രോട്ടീൻ മതി. അദ്ദേഹം ഒരു നോർമൽ ആക്ടിവിറ്റിയാണ് നയിക്കുന്നത്, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, സാധാരണ വീട്ടിൽ ആക്ടിവിറ്റിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ 0.8 to 1.2 gram per kg ഓഫ് ബോഡി വെയ്റ്റ് ഓഫ് പ്രോട്ടീൻ മതി ഒരു ദിവസം. ഇനി നമ്മുടെ ഹൈ ആക്ടിവിറ്റി ഇൻഡിവിജ്വൽസ്, മസിൽ ബിൽഡിങ്ങിന് പോകുന്നവർ, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവർ, അല്ലെങ്കിൽ എയറോബിക് എക്സസൈസ് ചെയ്യുന്നവർ, അവർക്കൊക്കെ കുറച്ചും കൂടി ഇൻക്രീസ്ഡ് ലെവൽസിൽ പ്രോട്ടീൻ കഴിക്കാവുന്നതാണ്. അതായത് 1.2 to 2 gram per kg ഓഫ് ബോഡി വെയ്റ്റ് ഓഫ് പ്രോട്ടീൻ കഴിക്കാവുന്നതാണ്. അതിന് ഒരു കുഴപ്പവുമില്ല. ഹെൽത്തി കിഡ്നീസ് ആണെങ്കിൽ ഒരു തരത്തിലുള്ള തകരാറും സംഭവിക്കില്ല. നോർമലായിട്ടുള്ള ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിൽ കിഡ്നി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 0.8 അല്ലെങ്കിൽ 1.2 gram per kg ബോഡി വെയ്റ്റ് ഒരു ദിവസം പ്രോട്ടീൻ കഴിക്കുന്ന ഒരാൾ വർക്കൗട്ട് തുടങ്ങി, ബോഡി ബിൽഡിംഗ് തുടങ്ങി, നല്ല എയറോബിക് എക്സസൈസ് തുടങ്ങി, 2 gram per kg ഓഫ് ബോഡി വെയ്റ്റ് പ്രോട്ടീൻ ഒരു ദിവസം കഴിച്ചു തുടങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ കിഡ്നീസ് ഹെൽത്തി ആയതുകൊണ്ട് തന്നെ കിഡ്നി ഹൈപ്പർ ഫിൽട്രേഷൻ എന്നൊരവസ്ഥയിലേക്ക് മാറുകയും അതൊരു നോർമലായിട്ടുള്ള ഫിനോമിനയാണ്. ഹെൽത്തി കിഡ്നീസ് ആണെങ്കിൽ ഹൈപ്പർ ഫിൽട്രേഷൻ അവയ്ക്ക് സുഗമമായിട്ട് നടത്താൻ സാധിക്കുകയും പ്രോട്ടീൻ അമിനോ ആസിഡ്സായി ബ്രേക്ക് ഡൗൺ ചെയ്ത് അത് യൂറിയ ആയിട്ട് മാറി അതൊരു വേസ്റ്റ് പ്രോഡക്റ്റാണ്. യൂറിയ സുഗമമായിട്ട് എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യാൻ അവരുടെ കിഡ്നിക്ക് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ക്രോണിക് കിഡ്നി ഡിസീസ്, കിഡ്നി രോഗമുള്ള ഒരാളുടെ ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ നോക്കാം. ഇതേ 2 gram per kg ബോഡി വെയ്റ്റ് പ്രോട്ടീൻ ഒരു ക്രോണിക് കിഡ്നി ഡിസീസുള്ള അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലുമുള്ള ഒരു തകരാറുള്ള ആളുകൾ കഴിക്കുകയാണെങ്കിൽ കിഡ്നീസ് വേസ്റ്റ് എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഗ്ലോമറുലർ ഹൈപ്പർ ഫിൽട്രേഷൻ എന്നൊരു സ്റ്റേജിലേക്ക് പോവുകയും അത് കിഡ്നിയിൽ ഒരുപാട് വർക്ക് ലോഡ് ഉണ്ടാക്കുകയും കിഡ്നിയുടെ തകരാറ് കൂടുതൽ വേഴ്സൺ ആവാനുള്ള ചാൻസ് കൂടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് CKD പ്രോഗ്രഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് CKD പേഷ്യൻസിന്, ഓൾറെഡി കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻസിന് പ്രോട്ടീൻ വളരെ കുറച്ചളവിൽ മാത്രം നമ്മൾ കൊടുത്താൽ മതി. 0.6 to 0.8 gram per kg ഓഫ് ബോഡി വെയ്റ്റ് പെർ ഡേ മാത്രം കൊടുത്താൽ മതി. ഓൾറെഡി കിഡ്നി തകരാറുള്ള പേഷ്യൻസിന് പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടണമെങ്കിൽ ഒരു നെഫ്രോളജിസ്റ്റിൻ്റെ സഹായം എന്തായാലും തേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരുപാട് പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കുന്നവരുടെ ശ്രദ്ധയിലേക്ക് 2-3 കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രോട്ടീൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കിഡ്നീസൊക്കെ ഹെൽത്തി ആണോ എന്ന് അറിയാൻ വേണ്ടി ഒരു ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ്, GFR പോലുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, അത് നോർമലാണെങ്കിൽ നിങ്ങൾക്ക് 2 gram per kg ഓഫ് ബോഡി വെയ്റ്റ് പ്രോട്ടീൻ ഒരു ദിവസം സുഖമായിട്ട് എടുക്കാവുന്നതാണ്, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, ഒരുപാട് ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യുമ്പോൾ കിഡ്നി ഒരുപാട് ഓവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഹെൽത്തി കിഡ്നീസ് ആണെങ്കിൽ പോലും കിഡ്നിയിലേക്ക് ഒരു ഓവർലോഡ് വരാത്ത രീതിയിൽ നമ്മൾ 1 gram പ്രോട്ടീന് 30 ml ഓഫ് വാട്ടർ എന്ന രീതിയിൽ നമ്മൾ 100 gram പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ ഒരു 2.5 to 3 liters ഓഫ് വാട്ടർ വരെ ഒരു ദിവസം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. എക്സ്ട്രാ കുടിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആണെങ്കിൽ ഡെയിലി 2 ലിറ്റർ കുടിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ 100 gram പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു 3 ലിറ്റർ വരെ കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ പറയുമ്പോഴും നമ്മൾ വാട്ടർ ഇൻടേക്കിനെ കുറിച്ച് പറയുമ്പോൾ അത് പല തരത്തിലും പല ഫാക്ടേഴ്സിലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ്. പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ്, ക്ലൈമറ്റ് എന്താണ്, അതുപോലെ തന്നെ ആക്ടിവിറ്റി അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കോമോർബ്സ് ഉണ്ടോ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ, ഡയബറ്റീസ് ഉണ്ടോ, കിഡ്നി ഡിസീസ് ഉണ്ടോ, ഇതിലെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നമ്മളുടെ ഡെയിലി വാട്ടർ ഇൻടേക്ക് എന്ന് പറയുന്നത്. ഹെൽത്തി ഇൻഡിവിജ്വൽസിന് ഒരു 5 to 6 liters ഓഫ് വാട്ടർ വരെ കുടിക്കാൻ പറ്റുമെങ്കിലും നമ്മുടെ ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള
ആളുകളിലേക്ക് വരാൻ നേരത്ത് അവർക്ക് വാട്ടർ ഇൻടേക്ക് വളരെ കുറച്ച് മാത്രമാണ് കുടിക്കാൻ പാടുള്ളൂ. ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ളവരുടെ ഒരു ചോദ്യമായിരിക്കും, ഞങ്ങൾക്ക് ഒരുപാട് പ്രോട്ടീൻ എടുത്താൽ എന്താ, ഹൈഡ്രേറ്റ് ചെയ്താൽ പോരെ, എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കില്ലേ എന്ന്. ഒരുപാട് വാട്ടർ ഇൻടേക്ക് ഇവരുടെ ബോഡിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഫ്ലൂയിഡ് ഓവർലോഡ് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ വളരെ ചാൻസ് ഉണ്ട്. കാരണം കിഡ്നി പ്രോപ്പറായിട്ട് എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ വേസ്റ്റ് പ്രൊഡക്ട്സ് കൂടി ഫ്ലൂയിഡ് ഓവർലോഡ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. പ്രോട്ടീൻ പൗഡറെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു 2 gram per kg ബോഡി വെയ്റ്റ് പെർ പ്രോട്ടീൻ ഓക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. അതേസമയം ആ പ്രോട്ടീൻ അഡൾട്രേറ്റഡ് അല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. സാധാരണ പ്രോട്ടീൻ നമ്മൾ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സാണ് ഇന്ത്യൻ ബ്രാൻഡ്സിനേക്കാളും കുറച്ചും കൂടി വിശ്വാസത്തോടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്ന് കഴിഞ്ഞ പല പ്രോജക്റ്റുകളും നമുക്ക് മനസ്സിലാക്കി തന്നവയാണ്. അതുകൊണ്ട് അത് അഡൾട്രേറ്റഡ് അല്ലാത്ത പ്രോട്ടീനാണ്, പ്രോപ്പറായിട്ടുള്ള പ്യുവറായിട്ടുള്ള പ്രോട്ടീൻ മാത്രമാണ് അതിൽ അടങ്ങിയിരിക്കുന്നതെന്നും അതിൽ ഹെവി മെറ്റൽസ് ഒന്നുമില്ല, ലെഡ് മെർക്കുറി പോലുള്ള ഹെവി മെറ്റൽസ് ഒന്നും അടങ്ങിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അഡൾട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ പൗഡറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ ഹെവി മെറ്റൽസൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കിഡ്നിയെ വളരെ ദോഷകരമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഹൈ ലെവൽ ഓഫ് ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാൾക്ക്, ഒരു ബോഡി ബിൽഡറിന് 2 gram per kg ബോഡി വെയ്റ്റ് പ്രോട്ടീൻ ഒരു ദിവസം കഴിക്കുന്നുണ്ട് ഒരു തരത്തിലുള്ള കുഴപ്പമില്ല. പ്രോട്ടീൻ ഇൻടേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ബേസിക് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം ടെസ്റ്റുകളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഗ്ലോമറുലർ ഹൈപ്പർ ഫിൽട്രേഷൻ എന്ന അവസ്ഥയിലൂടെ ഹൈ പ്രോട്ടീൻ ലോഡിന് യൂറിയ ആയിട്ട് എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഹെൽത്തി കിഡ്നീസിനുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടുതൽ ഫിറ്റ്നസ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.